ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് വലിയ പ്രത്യേകിച്ചുള്ള വീഡിയോ ഒന്നും അല്ല. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഏസ്തെറ്റിക് ലൈഫ് ആൽക്കമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ വന്നിരിക്കുന്നത് വലിയ പ്രത്യേകിച്ചുള്ള വീഡിയോ ഒന്നും അല്ല. റെഡി അല്ലേ നിങ്ങൾ കാണാൻ? നമുക്ക് ലാഗ് ഇല്ലാതെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് എന്റെ ബാഗ് ആദ്യമേ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് എന്റെ ബാഗ്. ഇതിപ്പോ വെച്ചപ്പോ എന്റെ ഫേസ് കാണുന്നില്ല. ഹെഡ്ഫോൺസ് അങ്ങനാണല്ലോ ഇത്. അപ്പം ഇതാണ് എന്റെ ബാഗ്. ഓക്കെ, അപ്പൊ നമുക്കിനി ഈ ബാഗിൽ എന്തൊക്കെയാണെന്ന് കാണാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ഉറവാനെ നോക്കാം. ഞാനിപ്പോ സ്കൂളിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഫേസ് ഒക്കെ ചെയ്ത് കഴുകിയെല്ലാം കുളിച്ച് വന്നിരിക്കുകയാണ്. നമുക്കിപ്പം ഞാൻ തുറന്നു പോലും നോക്കിയില്ല. ജസ്റ്റ് ഫുഡ് കഴിച്ച് പാത്രം മാത്രം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഉറ തന്നെ ഐശ്വര്യമായി ഞാൻ തുറക്കാണ്. ഇതിനകത്ത് ഞാൻ സാധാരണ സാധനങ്ങളൊന്നും ഇടാറില്ല. എന്തോ ഒരു പ്ലാസ്റ്റിക് ഉണ്ട്, ഒരു ഡാർക്ക് ചോക്കോ ഹാർട്ടിന്റെ ഒരു കവറുണ്ട്. എന്നും ആരുടെയും ഒരു ബർത്ത്ഡേക്ക് തന്നെയാണ്. അത് തിന്നിട്ട് അതിനകത്ത് തന്നെ ഇട്ടു, ക്ലാസ്സിലിട്ടില്ല. തുറക്കണ്ടായിരുന്നല്ലേ. ഇതിനകത്ത് ഒരു പൗച്ച് ഉണ്ട്, അതാദ്യം കാണിച്ചു തരാം. ഇതിനകത്ത് തലവേദനയ്ക്കുള്ള മെഡിസിൻ ഉണ്ട്, 2 എണ്ണം ഉണ്ട്. എനിക്ക് തലവേദന ഇടയ്ക്ക് എടുക്കാറുണ്ട്, അപ്പം അതുണ്ട്. പിന്നെ ഒരു ബാം ഉണ്ട്, പിന്നെ ഒരു ടാക്സ് ഓയിൽ ഉണ്ട്. ഇതൊക്കെ കോമൺ ആയിട്ടില്ലാത്ത എല്ലാവരുടെ കയ്യിലും കാണുന്നതാണ്. അത് എൻ്റെ കയ്യിലേ ഉള്ളൂ. പിന്നെ ആരെങ്കിലും കാണാത്തത് ഈ തലവേദനയുടെ ആയിരിക്കും. അഥവാ എനിക്ക് തലവേദന കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷനിലാണ് ഞാൻ മെഡിസിൻ കഴിക്കാറ്. ഇല്ല, ഞാൻ കഴിക്കത്തില്ല. അടുത്തത് ഒരു ചുമയുടെ മരുന്ന്. ഇത് ഒരാഴ്ച ആയിട്ട് എനിക്ക് പനിയായിരുന്നു. പനി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞു, എന്നിട്ടും കഫ് സിറപ്പ് എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. എന്തിനാണ് എനിക്കറിയില്ല ഇതിനകത്ത് വെച്ചേക്കുന്നത്. എന്നാലും അതുകൊണ്ട് ഒരത്യാവശ്യം ഒന്നും അറിയത്തില്ലല്ലോ. പിന്നെ എൻ്റെ വാലറ്റ് ഉണ്ട്. ഇതാണ് എൻ്റെ വാലറ്റ്. ഇതാണ് എൻ്റെ വാലറ്റ്, ബ്ലൂ കളർ. ഇതിനകത്ത് പിന്നെ പൈസ ഉണ്ട്, അറിയാലോ. ചില്ലറ നോട്ട് ഒക്കെ ഉണ്ട്. വലിയ തുകയൊന്നുമില്ല, എന്നാലും നമുക്ക് അത്യാവശ്യം ഒന്നും അറിയില്ലല്ലോ. അപ്പം ഒരു വാലറ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ട വാലറ്റാണ് ഗൈസ്. ഇതാണ് ഞാൻ ഇവിടെ പോകുമ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു വെറ്റ് വൈപ്സ് ഉണ്ട്. ഇത് പിന്നെ നമുക്ക് മുഖ്യമാണ്. എൻ്റെ മുഖമൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ നല്ലതാണ്, മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കാൻ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ഒരു വെറ്റ് വൈപ്പ് കരുതുന്നുണ്ട്. പിന്നെ ഒരു ക്രച്ച് ക്ലിപ്പ് ഉണ്ട്. പെൺപിള്ളേർ ഗേൾസിന് മെയിനിലൊക്കെ വേണം ഗൈസ്. ഹെയർ ഒക്കെ ഉള്ളവർക്ക് ഇത് വേണം. അഥവാ അത്യാവശ്യം വന്ന ഒരു ക്ലിപ്പ് നമുക്ക് മാത്രമല്ല, നമ്മുടെ കൂടെ നടക്കുന്ന നമ്മുടെ ഫ്രണ്ട്സിനായാലും ഉപയോഗമാണ് ഗൈസ്. പിന്നെ നല്ല 2 ടൈ ഉണ്ട്, 2 ടൈസ് ഉണ്ട്. പിന്നെ ഒരു ലിബാം ഉണ്ട്,
കളർലെസ് ലിബാമാണ് ഗൈസ്. കളർലെസ് ലിബാമുണ്ട്. കളർലെസ് ആണ് ഗൈസ്. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ ലിപ്സ്റ്റിക് അധികം ഇടാറില്ല. അപ്പം ഞാൻ ലിബാമാണ്, മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാൻ വേണ്ടി ലിബാമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു പിന്നില്ലാത്ത സ്റ്റാപ്ലെയർ ഉണ്ട്. എക്സാം ഒക്കെ കഴിഞ്ഞ് അവിടെ അങ്ങ് വെക്കുക. പിന്നെ ഇനിയുള്ളത്, അപ്പം ഹീറോ കഴിഞ്ഞു ഗൈസ്. ഇനി ഹീറോയിലൊന്നുമില്ല. നമുക്ക് അടുത്തുറ നോക്കാം. ഞാൻ വന്നപ്പോഴേ ടിഫിൻ ബോക്സ് മാറ്റി വെച്ചു, ലഞ്ച് ബോക്സ് ഞാൻ മാറ്റി വെച്ചു. ഇനി ഇതിനകത്ത് ഉള്ളത് റബ്ബർ ബാൻഡ്. എന്തിനാന്ന് എനിക്കറിയില്ല, എവിടെ നോക്കിട്ട് ഞാൻ എടുത്തിട്ടു. അത്യാവശ്യം വരണമല്ലോ. 3 കളർ റബ്ബർ ബാൻഡ്. ഇനിയുണ്ടോ നോക്കണം ഗൈസ്. റബ്ബർ ബാൻഡ് ആർക്കാരും അത്യാവശ്യം വരുമല്ലോ. ഓ യെസ്, 2 എണ്ണം കൊണ്ട് ഗൈസ്. ഓ ഒരെണ്ണം വേണം. എല്ലാവരും പൊഴിഞ്ഞു വീഴുന്നു. ഓക്കെ, ആ ഓറയിലും അത്രേ ഉള്ളു ഗൈസ്. ലഞ്ച് ബോക്സ് വെക്കുന്നിടത്ത് പിന്നെ നമ്മൾ വേറെ ഒന്നും വെക്കാറില്ലല്ലോ. ഞാൻ ഒന്നും വെക്കാറില്ല. അടുത്തത് ഗൈസ് ബുക്കാണ് ഗൈസ്. ബുക്കും ടെക്സ്റ്റും. ഇന്ന് സൂളോജി ഇംഗ്ലീഷ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ബുക്ക് ഒരു സെറ്റ് ഉണ്ട്. ഇതാണ് ഗൈസ് എന്റെ ബുക്ക്. നോട്ട് അകത്തൊന്നും പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും വലിക്കുക. പിന്നെ നോട്ട് ഒക്കെ ഉണ്ട്. ഞാൻ ബോട്ടണിയുടെ ഒക്കെ നോട്ടുണ്ട്. ടെക്സ്റ്റ്, വീണ്ടും ടെക്സ്റ്റും ബുക്കും. പിന്നെ ഇനി ഒരു കൊടയുണ്ട്. ഇത് ശരിയാവില്ല ഗൈസ്, എല്ലാം. ഓക്കെ, കുറച്ചേരം ഇരിക്കട്ടെ, എനിക്ക് വയ്യ. ഒരു കൊടയുണ്ട് ഗൈസ്. ക്ലൈമറ്റ് എപ്പം മാറുമെന്ന് പറയാൻ പറ്റത്തില്ല. കൊട, നനഞ്ഞു കുളിച്ച് വരാതിരിക്കാൻ കൊട. ഇതൊന്നും ശീലമില്ലാത്തതാണ്, എന്നാലും ഉണ്ട് ഇതിനകത്ത്. ആരെങ്കിലും ഒക്കെ വഴക്ക് പറയുമ്പോൾ എടുത്തതിനകത്ത് ഇടും, അതേ ഉള്ളൂ. പിന്നെ വേറെ ഇതിനകത്ത് വേറൊരു ഉറയുണ്ട് ഗൈസ്. സ്കെയിൽ, എറൈസർ, ഒരു പേന, പിന്നെ ഒരു പേന, നമ്മുടെ സാധാ ടൂൾസ്, സ്റ്റുഡൻസിന്റെ ടൂൾസ് ആണ് ഗൈസ് അതൊക്കെ. പെൻസില്, പേന, അതൊക്കെ. പിന്നെ അതിന്റെ കൂട്ടത്തില് ഒരു നെയിൽ കട്ടർ ഉണ്ട്. ഇത് ഞങ്ങളുടെ അവിടെ ഒരു റൂളുണ്ട് ഗൈസ്, നഖം വെട്ടണം. സ്കൂളിൽ പോകുമ്പോൾ നീറ്റായിട്ട് പോകണം. നമ്മുടെ ഗേൾസൊക്കെ നെയിൽ വളർത്തുമല്ലോ, അപ്പം അതൊന്നും പറ്റത്തില്ല. അഥവാ ഒരു അത്യാവശ്യം വന്നാൽ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടല്ലല്ലോ പോകുന്നത്, അപ്പം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ഒരെണ്ണം കേൾക്കരുത്. എന്തിനാണ് വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇല്ലെങ്കിൽ അവർ ഓഫീസിൽ പോകണം, നെയിൽ കട്ടർ എടുത്തുകൊണ്ട് വരണം, കട്ട് ചെയ്ത് കളയണം. എന്തിനാണ് വെറുതെ ഓരോന്നൊക്കെ നമ്മളായിട്ട് ഓരോന്ന് വരുത്തുന്നത്? അതുകൊണ്ട് നെയിൽ കട്ടർ സത്യമായി നമ്മുടെ ഒരു ക്ലീൻ ആക്കാൻ വേണ്ടിയാണ്. അവരെ തെറ്റ് പറഞ്ഞ കാര്യമില്ല. അതൊക്കെ ഒരു ക്ലീന് വേണ്ടിയുള്ള ഹാബിറ്റ്സ് ആണ്. നമ്മളത് ചെയ്യാറില്ലെന്നും അത് നോക്കും. വല്ലപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ.
പേടിച്ചിട്ടൊന്നും ചെയ്യാനല്ല, നല്ലൊരു കാര്യമല്ലേ, അവര് കുറ്റമായിട്ട് പറയല്ല, നല്ലൊരു കാര്യമാണ് ഗൈസ്. അപ്പം ഇതാണ് റാലിയായി ഗൈസ്. പിന്നെ ഇനിയുള്ളത് മറ്റേ ബാക്കിലെ റെയിൻകോട്ടിന്റെ ഇതിനകത്തൊന്നുമില്ല ഗൈസ്. ഇത് എടുക്കാറ് കൂടി ഇല്ല ഗൈസ്. ഇതിനകത്ത് ഇതുണ്ടെന്ന് വെപ്പേ ഉള്ളൂ, ഇതിനകത്തൊന്നും എടുക്കാറില്ല. നനയും കൊടയില്ലേ ഇനി എന്തിനേനി, അയ്യോ. എന്നാലും ബാഗ് ബുക്ക് നനയില്ലെന്നുള്ളതിനായിരിക്കും ഇത് വെച്ചേക്കുന്നത് ഗൈസ്. ഇത് യൂസ് ചെയ്യുന്ന പലരും യൂസ് ചെയ്യാറില്ല ഗൈസ്. ഇത് അറിയാറ് കൂടി ഇതിനകത്തുണ്ടോന്ന്. അപ്പം ഇതാണ് എന്റെ ബാഗ്. കാലി ഗൈസ്, കാലി. ഇതാണ് എന്റെ വാട്ടർ ബോട്ടിൽ. കുറച്ച് കുടിച്ചേക്കാം. അപ്പം ഇത്രയുള്ള ഗൈസ് എന്റെ വാട്ട്സ് ഇൻ മൈ ബാഗ്, സ്കൂൾ ബാഗ്. അപ്പം ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ആ ബെൽ ബട്ടണും കൂടെ അടിച്ചു പൊട്ടിക്കുക. അപ്പൊ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പൊ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ബൈ.